നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 10 ഇന്ത്യൻ സിനിമകളെ കുറിച്ചാണ്. എത്തരത്തിലാണ് ജർമ്മനിയിലെ പ്രേക്ഷകരെ മലയാളം, തമിഴ്, ബോളിവുഡ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10ാം സ്ഥാനത്തുള്ളത് സുകുമാർ സംവിധാനം ചെയ്ത ഇന്ത്യയിൽ തന്നെ വലിയ ഹിറ്റുകളിൽ ഒന്നായ പുഷ്പ 2 എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് അല്ലു അർജുൻ ആണ്. മറ്റൊരു പ്രധാന വേഷത്തിൽ മലയാളത്തിന്റെ സ്വന്തം ഫഹദ് ഫാസിലും ഉണ്ടായിരുന്നു. ഈ ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 2,42,00,000 രൂപയാണ്. 9ാം സ്ഥാനത്തുള്ളത് സന്ദീപ് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്ത് രൺബീർ കപൂർ നായകനായ അനിമൽ എന്ന ചിത്രമാണ്. ഈ ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം സ്വന്തമാക്കിയത് 2,60,00,000 രൂപയാണ്. 8ാം സ്ഥാനത്തുള്ളത് മലയാളത്തിന്റെ സ്വന്തം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. വെറും 19 ദിവസങ്ങൾ കൊണ്ട് പുഷ്പ 2 അനിമൽ മറികടന്നുകൊണ്ടാണ് മലയാളത്തിന്റെ സ്വന്തം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രം കേവലം 19 ദിവസം കൊണ്ട് ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. 7ാം സ്ഥാനത്തുള്ളത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് തളപതി വിജയ് നായകനായ ലിയോ എന്ന ചിത്രമാണ്. ഈ ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 3,69,00,000 രൂപയാണ്. ഇവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം ലിയോ എന്ന ചിത്രത്തെ കല്യാണി പ്രിയദർശൻ നായികയായ ലോക എന്ന ചിത്രം മറികടന്നേക്കാം എന്ന സാധ്യതയും നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. 6ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന ചിത്രമാണ്. ഈ ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 3,71,00,000 രൂപയാണ്. ലിയോ എന്ന ചിത്രത്തെക്കാൾ 2 ലക്ഷം അധികമാണ് എമ്പുരാൻ എന്ന ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. ഒരു പക്ഷേ ലോക എന്ന ചിത്രം ലിയോയെ മാത്രമല്ല ജർമ്മൻ ബോക്സ് ഓഫീസിൽ എമ്പുരാനെയും മറികടക്കും എന്ന് ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് ഊഹിക്കാവുന്നതാണ്. 5ാം സ്ഥാനത്തുള്ളത് കരൺ ജോഹറിന്റെ സംവിധാനത്തിൽ ഷാറൂഖ് ഖാൻ, കാജോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ മൈ നെയിം ഈസ് ഖാൻ എന്ന ചിത്രമാണ്. ഈ ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പാണ് വലിയ ഹിറ്റ് ഉണ്ടാക്കിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് 4.5 കോടി രൂപയാണ്. 4ാം സ്ഥാനത്തുള്ളത് രാജ്കുമാർ ഹിറാനിയുടെ സംവിധാനത്തിൽ ഷാറൂഖ് ഖാൻ ഗസ്റ്റ് റോളിലൊക്കെ വന്ന ഡൂങ്കി എന്ന ചിത്രമാണ്. ഈ ഫീൽ ഗുഡ് മൂവി ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏതാണ്ട് 4,90,00,000 രൂപയാണ്. 3ാം സ്ഥാനത്തുള്ളതും ഒരു ഷാറൂഖ് ഖാൻ ചിത്രമാണ്. അറ്റ്ലി സംവിധാനം ചെയ്ത് ജവാൻ എന്ന സിനിമയാണ്. ജവാൻ എന്ന സിനിമ ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം 8,90,00,000 രൂപയാണ്. 2ാം സ്ഥാനത്തുള്ളതും ഒരു ഷാറൂഖ് ഖാൻ ചിത്രമാണ്. യാഷ് രാജ് ഫിലിംസിന്റെ ബാനറിൽ സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത പത്താൻ എന്ന ചിത്രമാണ്. ഈ ചിത്രം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 9,10,00,000 രൂപയാണ്. ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ സ്വാഭാവികമായിട്ടും ദ ലഞ്ച് ബോക്സ് എന്ന ചിത്രമാണ്. ഏകദേശം ജർമ്മൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് 12,90,00,000 രൂപയാണ്. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കാം. ജർമ്മൻ ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ശക്തമായ സ്വാധീനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ജർമ്മനിയിലെ തദ്ദേശീയർ പോയി ഇന്ത്യൻ സിനിമകൾ ആസ്വദിക്കുന്നു എന്ന് അതിന് അർത്ഥമില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അവർ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നതാവാനാണ് സാധ്യത കാണുന്നത്. എങ്കിൽ പോലും ജർമ്മൻ പോലൊരു രാജ്യത്ത് ഇന്ത്യൻ മൂവീസിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എമ്പുരാൻ, ലിയോ, മൈ നെയിം ഈസ് ഖാൻ എന്നീ 3 ചിത്രങ്ങളെ ലോക എന്ന ചിത്രം മറികടന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും ജർമ്മനിയിൽ ലോക എന്ന ചിത്രത്തിന് കനത്ത ബുക്കിംഗ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ മോഹൻലാൽ, വിജയ്, ഷാറൂഖ് ഖാൻ എന്നീ 3 ഇന്ത്യൻ സിനിമയിലെ 3 പവർ സ്റ്റാറുകളെ ആയിരിക്കും കല്യാണി പ്രിയദർശൻ എന്ന മലയാളി നടി മറികടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോട്ടലി അനലൈസ് ചെയ്യുമ്പോൾ ജർമ്മൻ ബോക്സ് ഓഫീസിൽ ആക്ഷൻ ത്രില്ലർ സിനിമകൾക്കും ഫീൽ ഗുഡ് സിനിമകൾക്കും നല്ല തരത്തിൽ ഓഡിയൻസ് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എമ്പുരാൻ, ലോക പോലുള്ള ചിത്രങ്ങളിലൂടെ
ജർമ്മൻ ബോക്സ് ഓഫീസിൽ മലയാള സിനിമയുടെ സാന്നിധ്യവും അറിയിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലോക എന്ന ചിത്രം എമ്പുരാനെയും ലിയോ എന്ന ചിത്രത്തെയും മൈ നെയിം ഈസ് ഖാൻ എന്ന ഷാറുഖ് ഖാന്റെ ചിത്രത്തെയും മറികടക്കും എന്ന് തന്നെയാണ് നിലവിലുള്ള വിവരം. എന്തായാലും ഈ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ദയവായി കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.